അഖിലേന്ത്യാ സെവൻസില് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആദ്യത്തെ 4 വർഷം FC കൊണ്ടോട്ടിയിലും പിന്നെ അങ്ങോട്ട് 16 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഫിഫ മഞ്ചേരിന്റെ കാവൽ മാലാഖി ആയിട്ട് നിന്നിട്ടുള്ള സലാമിന്റെ ജേണി ഒന്ന് കേട്ടാലോ. അഖിലേന്ത്യാ സെവൻസില് ഇപ്പൊ കാണുന്ന സലാമിന് ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് പ്രൊഫഷണൽ ഫുട്ബോളിന്റെ. ആള് ജൂനിയർ നാഷണൽ ലെവല് കളിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിൽ നടന്ന നാഷണൽ സ്കൂൾ ലെവല് കളിച്ചിട്ടുണ്ട്. വിവ കേരളക്ക് വേണ്ടിയിട്ട് ഐ ലീഗ് ജൂനിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഫാറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സന്തോഷ് ട്രോഫി ക്യാമ്പിലെത്തിയിട്ടുണ്ട്. 26 ഫൈനൽ എന്ന ഫിഫ മഞ്ചേരിന്റെ ഒരു സീസണിലെ റെക്കോർഡ് കളിച്ച ആളാണ്. പിന്നെ അതേപോലെ തന്നെ SFന്റെ 9 പ്രാവശ്യത്തെ ബെസ്റ്റ് കീപ്പർ ആയിട്ട് ആള് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ഫുട്ബോൾ കണ്ടിന്യൂ ചെയ്യാതെ അഖിലേന്ത്യാ സെവൻസില് ഒതുങ്ങിക്കൂടിയത് എന്നുള്ള ചോദ്യത്തിന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഉപ്പ നഷ്ടപ്പെട്ട സലാമിന് 5 പെങ്ങന്മാരും ഒരു ഉമ്മനെയും പോറ്റേണ്ട വലിയൊരു ഉത്തരവാദിത്തമുള്ള സമയത്ത് പ്രൊഫഷണൽ ഫുട്ബോളിന് പിന്നാലെ ഓടിപ്പോകാൻ സമയമല്ലാത്തതുകൊണ്ട് ഈ ഒരു അഖിലേന്ത്യാ സെവൻസിൽ ഒതുങ്ങിക്കൂടിയ ആളാ. പക്ഷെ ആക്ക് ഇതുപോലെ ഒരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആള് ഫുള്ള് ഹാപ്പിയാ. കാരണം എന്താ വെച്ചാല് ഫിഫന്റെയും അതേപോലെ തന്നെ ഫിഫന്റെ മാനേജ്മെന്റും ആക്ക് വീടും ആളെ കല്യാണം ആയിക്കോട്ടെ പെങ്ങന്മാരെ കല്യാണം ആയിക്കോട്ടെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് തന്നെയാണ് മൂപ്പർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഫിഫന്റെ യാഷിക്കിനോടൊക്കെ ഉള്ള നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലുതാണെന്നുള്ളതാണ് ആൾ എന്നോട് പറഞ്ഞത്. ഒരുപാട് വലിയ വലിയ കമ്പനികളിൽ നിന്നും അതേപോലെ തന്നെ ക്ലബ്ബുകളിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ ഗുജറാത്ത് ഇൻകം ടാക്സിൽ ജോബും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടും നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയത് ആക്ക് ഫാമിലിനോടുള്ള അറ്റാച്ച്മെന്റിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഒരുപാട് മേജർ ഇഞ്ചറീസ് ഗെയിമിൽ നിന്ന് കയറി വന്നപ്പോഴും വീടില്ലാതെ ഒറ്റപ്പെട്ട് നിന്ന സമയത്തും ഈ പറഞ്ഞ സെവൻസ് ഫുട്ബോളും ഫിഫയും ഫിഫന്റെ മാനേജ്മെന്റ് ആണ് സലാംകാക്ക് അത്താണിയായെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഒരു ഫുട്ബോളിന്റെ പരിധിയിൽ നിന്നിട്ട് ഒരാൾക്കൊരു ജീവിതം കംപ്ലീറ്റ് ആക്കാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. ഓഫ് സീസൺ സമയത്ത് എന്താണ് വരുമാനം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഓഫ് സീസൺ സമയം മാത്രമല്ല രാത്രി കാലങ്ങളിലും മാച്ച് ഇല്ലാത്ത ദിവസമൊക്കെ ഞാൻ കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റിൽ ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഞാൻ ഈ ഫുട്ബോളിന്റെ അതേ ഹാപ്പിനെസ്സിൽ കാണുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇല്ലെങ്കിൽ ഒരു ജോബാണെന്ന് എന്നോട് പറഞ്ഞു. സോ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. എന്നാണ് അഖിലേന്ത്യയിൽ നിന്ന് വിരമിക്കുക എന്നുള്ള ചോദ്യത്തിനോട് ഒറ്റ മറുപടിയേ ഉള്ളൂ. എന്നാണോ എന്റെ സേവനം ഫിഫ മഞ്ചേരിക്ക് വേണ്ടെന്ന് പറയണത് അന്ന് ഞാൻ അഖിലേന്ത്യാ സെവൻസിന്റെ പടി ഇറങ്ങുന്ന പറഞ്ഞത്. വേറൊരു ടീമിൽ കയറുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റൂല. അവസാനിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫിഫയിൽ നിന്ന് വിരമിച്ചിട്ടാവുന്നതാണ് അയാളെ മറുപടി. എനിവേ നല്ല ഒരുപാട് നിമിഷങ്ങൾ 20 വർഷം അഖിലേന്ത്യക്ക് സമ്മാനിച്ച സലാംകാക്കൊരു ബിഗ് സല്യൂട്ട്.